കോഴിക്കോട് ആദിവാസി യുവാവ് വിശ്വനാഥന്റെ മരണത്തിൽ സിസിടിവി ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിലേക്ക് ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. ആശുപത്രി പരിസരത്ത് ഒരു കൂട്ടം ആളുകൾ വിശ്വനാഥനെ ചോദ്യം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കുടുംബം ആരോപിക്കുന്നത് പോലെ ആൾക്കൂട്ട വിചാരണയോ മർദ്ദനമോ നടന്നിട്ടുണ്ടോ ആശുപത്രിയിൽ എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുക. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്നും. റിയാസ്, ഈ വിഷയത്തിൽ വിശ്വനാഥന്റെ മരണമുണ്ടായതിനു പിന്നാലെ വലിയ തരത്തിൽ മാനഹാനി ഉണ്ടായതിന്റെ വിഷമത്തിലാണ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു ആരോപണത്തിലേക്ക് കുടുംബം എത്തിയിരുന്നു. കള്ളനെന്ന് വിളിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണം കൂടി കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശാസ്ത്രീയമായി ഈ വിഷയം പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ദേഹോപദ്രവമോ അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയോ നടന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനാണ് ഇത്തരത്തിൽ CCTV പരിശോധിക്കുന്നത് പോലീസ്. എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ വിവരങ്ങൾ? റിയാസ്, കേൾക്കാമെങ്കിൽ. കമലേഷ്, ആദിവാസി യുവാവായിട്ടുള്ള വിശ്വനാഥൻ ഫെബ്രുവരി 11-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ആംബുലൻസ് സ്റ്റാൻഡിന് സമീപത്തുള്ള 10 മീറ്ററിലധികം ഉയരമുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. പണവും മോഷിച്ചു എന്നാരോപിച്ച് വിശ്വനാഥനെ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ ചോദ്യം ചെയ്തിരുന്നു. ഇല്ലാത്ത കുറ്റം ആരോപിച്ചതിൽ വിശ്വനാഥന് ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നെന്ന്, ഒപ്പം തന്നെ അതിനുശേഷമാണ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ കാണാതായതെന്നും കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ SC/ST കമ്മീഷൻ ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, പോലീസ് തുടക്കത്തിൽ ഈ അന്വേഷണത്തിൽ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചിരുന്നത്. പട്ടികവർഗ കമ്മീഷന്റെ ഇടപെടലോടുകൂടി ഈ ഒരു സംഭവത്തിൽ നേരത്തെ ഈ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പട്ടികവർഗ പീഡന നിരോധന നിയമവും കൂടി ചേർത്ത് FIR-ൽ മാറ്റം വരുത്തി. കൂടാതെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ, DCP എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചു. ഇപ്പോൾ ആ അന്വേഷണ സംഘമാണ് CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ 12ഓളം പേർ കൂട്ടം ചേർന്ന് വിശ്വനാഥനെ ചോദ്യം ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏത് രീതിയിലാണ്, ആൾക്കൂട്ട വിചാരണയാണോ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുക. അതിന്റെ ഭാഗമായാണ് ശാസ്ത്രീയ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് SC/ST കമ്മീഷന്റെ ഇടപെടൽ തന്നെയാണ്. വെറുമൊരു ആത്മഹത്യാ കേസായി മാത്രം തുടക്കത്തിൽ പോലീസ് കണ്ടിരുന്ന ഈ കേസ് കൂടുതൽ ഗൗരവകരമായ സ്ഥിതിയിലേക്ക് മാറുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ഭാര്യ പ്രസവത്തിന് കൂട്ടിരിപ്പുകാരനായിട്ടായിരുന്നു വിശ്വനാഥൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ മോഷണക്കുറ്റം ചുമത്തി ചോദ്യം ചെയ്തതിന്റെ മനോവിഷമത്തെ തുടർന്നാണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ ഈ വിശ്വനാഥന്റെ കുടുംബത്തെ SC/ST കമ്മീഷൻ ചെയർമാൻ PS മാവോജി സന്ദർശിച്ചിരുന്നു. കുടുംബത്തിന് നഷ്ടപരിഹാരവും ജോലിയും ശുപാർശ ചെയ്യുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ കമ്മീഷന്റെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ, കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയുമാണ് പോലീസ് ഊർജിത അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. കമലേഷ്, വ്യക്തമാണ് റിയാസ്. വിശ്വനാഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കുടുംബത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ ഈ ഇടപെടൽ. വിശ്വനാഥൻ ആശുപത്രിയിൽ വെച്ച് ആൾക്കൂട്ടമർദ്ദനത്തിനിരയായി അതിൻ്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റിയാസ് KMR ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.